തൃശ്ശൂരില് BLOമാരെന്ന് പറഞ്ഞാൽ ഈ സർക്കാരിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥ സംവിധാനമാണ് ഈ തെരഞ്ഞെടുപ്പിന് ജില്ലാ ഭരണാധികാരി കീഴിൽ പ്രവർത്തിക്കുന്നത്. റവന്യൂ മന്ത്രി എന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലക്കാരാണ്, CPIക്കാരാണ്. CPIയുടെ സമുന്നതനായ നേതാവ് മത്സരിക്കുമ്പോൾ BLOമാർ ഒന്നടങ്കം BJPയുടെ അട്ടിമറി പണിക്ക് കൂട്ടുനിന്നോ, അറിയാതെ പറ്റിപ്പോയതാണോ, കൃത്രിമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ സംവിധാനത്തിന്റെ ഉത്തരവാദിത്തം എന്താണ്? സ്പെസിഫിക് ആണ്. അവരാരും വോട്ട് ചെയ്തില്ലല്ലോ എന്നാണ്. മോട്ടിക്കാനായി വന്നു, വീട്ടിൽ കയറി മോട്ടിക്കാനായി പറ്റിയില്ല, മോട്ടിച്ചില്ലല്ലോ കള്ളനെ കൈയോടുകൂടി പിടിച്ചപ്പോൾ പറയുകയാണ്. ഈ വാർത്ത ആശങ്കാജനകമാണെന്ന് മാത്രമല്ല, പൂങ്കുന്നം ക്യാപിറ്റൽ വില്ലേജ് അപ്പാർട്ട്മെൻറ്റിലെ 4C ഫ്ലാറ്റിൽ നടന്നിട്ടുള്ള ക്രമക്കേടിനെ സംബന്ധിച്ച് ശ്രീമതി പ്രസന്ന പറയുകയാണ്. ഇക്കാര്യത്തിൽ ആ വോട്ടർമാരുടെ എല്ലാം പേര് ഞാനിങ്ങോട്ട് വായിക്കുന്നില്ല ഇവിടെ. അതിൽ അവർ പറയുകയാണ്, ഞാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് സംബന്ധിച്ച് പരാതി കൊടുത്തു. ഒരു വീട്ടമ്മയാണ് പറയുന്നത്. ആ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒന്നും ചെയ്തില്ല. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പക്ഷേ കണ്ണിൽ എണ്ണയൊഴിച്ച് BLOമാരും കാത്തിരിക്കുമ്പോൾ റവന്യൂ മന്ത്രിയുടെ സ്വന്തം ജില്ലയായ, റവന്യൂ മന്ത്രിയുടെ ഏറ്റവും ബഹുമാനായ സ്ഥാനാർത്ഥി മത്സരിക്കുന്ന തൃശ്ശൂർ മണ്ഡലത്തിൽ പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്താണ്, ചീഫ് ഇലക്ഷൻ ഓഫീസർ കഴിഞ്ഞാൽ പിന്നെ താഴോട്ടുള്ള സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നത് ഈ ഗവൺമെന്റ് മിഷണറി തന്നെയല്ലേ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രവർത്തിക്കുന്നത്. അവർ കൂടി ചേർന്ന് ഈ അട്ടിമറിക്ക് കൂട്ടുനിന്നതാണോ, അവർ നിസ്സാരമായി ഇത് തള്ളിക്കളഞ്ഞോ എന്നുള്ള സംശയമാണ്. ഒരു കാര്യം മറ്റടുത്ത ചോദ്യം ചോദിക്കില്ല. എനിക്ക് അങ്ങനെ ഒരു സംശയമില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഭരണഘടന അനുസരിച്ചും ഇവിടെ നമ്മുടെ മറ്റ് 2 ചങ്ങാതിമാർ സംസാരിച്ച ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ചും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാ ഉദ്യോഗസ്ഥന്മാരും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കീഴിലാണ്. ഒരു സാധാരണ വിദ്യാഭ്യാസ കുറവുണ്ടാവും അങ്ങനെ പറഞ്ഞു.